നോക്കൂ ഇപ്പം ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ജാർഖണ്ഡ് കേസുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്ന വരി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ പറയുന്ന അഴിമതി കേസുകൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ BJP ആണോ അല്ലയോ എന്നത് മാത്രമാണ് മാനദണ്ഡം എന്നായിരിക്കുന്നു എന്നൊരു ദേശീയ ദിനപത്രം ഹിന്ദു പോലൊരു ദിനപത്രം പറയുകയാണ്. നിശ്ചയമായും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അപ്പോഴും അരുൺ സൂചിപ്പിച്ചതുപോലെ ഓരോ കേസെടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മളത് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓരോ കേസെടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം ഈ പറയുന്ന ഏജൻസികൾക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ 36 ലക്ഷത്തിൻ്റെ കള്ളപ്പണം പിടിക്കുന്നു. അതുപോലെ ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെയും തേജസ്വി യാദവിൻ്റെയും കാര്യത്തിൽ 600 കോടി രൂപയുടെ ജോബ് ഫോർ ലാൻഡ് എന്ന് പറയുന്ന സ്കാം നിലനിൽക്കുന്നു. അതേസമയം ശാരദാ ചിറ്റ് ഫണ്ട് പോലൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സുവേന്ദു അധികാരി വളരെ പുഷ്പം പോലെ രക്ഷപ്പെടുന്നു ഇപ്പുറത്ത് BJP വരുമ്പോൾ. അജിത് പവാറിനെതിരെ ഇറിഗേഷൻ്റെ വലിയ അഴിമതിയാണ്, ഇറിഗേഷൻ സ്കാം 1000 കോടിക്ക് മേലുള്ള അഴിമതിയാണ്. അജിത് പവാർ BJP വരുമ്പോൾ ആ കേസ് പോകുന്നു, എന്നാൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ആ ഏജൻസികൾ അന്വേഷിക്കുമ്പോഴും ആ അന്വേഷിക്കാൻ പാകത്തിലൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം MV ഗോവിന്ദൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നാണ്. അതാണ് വളരെ കൃത്യമാണ്. കാരണം എക്സാലോജിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചർച്ചാ വിഷയമായി മാറുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് അതിനകത്തൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഇപ്പം അരുൺ ഒരു കമ്പനിയുമായി, നികേഷിൻ്റെ കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ആ കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുകയും ആ വീഴ്ചയുടെ ഭാഗമായിട്ട് ഒരു ഏജൻസി വന്ന് അന്വേഷിക്കുകയും ചെയ്താൽ ഞാനോ സ്മൃതിയോ അക്കാര്യത്തിൽ വലിയ കൺസേൺഡ് ആയിരിക്കില്ല. അതേസമയം ഒരു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചയാകും. അവിടെ ആ കേസിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ ആർക്കാണ് ബാധ്യതയുള്ളത്? അത് മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്കും ബാധ്യതയുണ്ട്. ഇനി ഇവിടെയുള്ള പ്രശ്നം, ഈ കേസ് വളരെ സിമ്പിളാണ്. 2 കേസുകൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, എന്ത് സേവനം കൊടുത്തു എന്നുള്ളത് വ്യക്തമാക്കണം. എന്ത് സേവനം കൊടുത്തു എന്നുള്ളത് വ്യക്തമാക്കുന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കും. അതിന് ഈ പറയുന്ന ROCയിൽ അവസരമുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നാണ് ROCയുടെ റിപ്പോർട്ടുള്ളത്. ഇവാസീവ് എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തതയില്ല, അപര്യാപ്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 447 എന്ന് പറഞ്ഞ വലിയൊരു വകുപ്പ് അവിടെ ചുമത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഈ കമ്പനിയെ ഡോർമെൻ്റായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്നുള്ളത്. ഈ 2 കേസുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ 2 കേസുകളിലും വ്യക്തത വരുത്തിയാൽ ഈ പ്രശ്നം അവസാനിച്ചു. അത് വ്യക്തത വരുത്താൻ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നയാളെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർക്കും പൊതുമണ്ഡലത്തോടൊരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഈ 2 പേരും ഇതിലൊരു വ്യക്തത വരുത്തുന്നതോടുകൂടി മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിലൊരു ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, SFIOയുടെ വരവെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ കേസിൽ. ഞാനൊരു കണക്ക് പരിശോധിക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഈ പറയുന്ന 2018-19 ലക്ഷക്കണക്കിന് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ 39 കേസാണ് SFIOയിൽ വന്നിരിക്കുന്നത്. 19-20 വരുന്നത് 26 കേസാണ്. 20-21 വരുന്നത് 14 കേസാണ്. അത് നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോർപ്പറേറ്റ് കമ്പനികൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന 39, 26, 14 എന്നൊക്കെ പറഞ്ഞ തുച്ഛമായ കേസുകളാണ് SFIOയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് അത്രയേറെ ഗുരുതരമായൊരു കേസാണ് അവരന്വേഷിക്കുക. സ്വാഭാവികമായിട്ടും അവരുടെ അന്വേഷണ പരിധിയിൽ വരിക. പിന്നെ ഇതിനകത്ത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഇതിനൊരു സിവിൽ കോർട്ടിൻ്റെ പവറുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാം. നേരത്തെ പോലെ ഈ ROCയിൽ പോയിട്ട് എനിക്കിത് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ എനിക്ക് കഴിയില്ല, അവർക്ക് കസ്റ്റഡിയിലെടുക്കാം. ആ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് റെയ്ഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു ഒരു ഓർഗനൈസേഷനാണ്. പിന്നെ ഇതിനകത്തൊരു ആശ്വാസകരമായ കാര്യം ചിലപ്പോൾ ROC 3 മാസത്തെ സമയമാണ് പറഞ്ഞത്. ഇവരിപ്പോൾ 8 മാസത്തെ സമയമുണ്ട്. 8 മാസത്തെ സമയവും 4 മാസവും മറ്റത് 8 മാസവും. അപ്പോൾ ആ 8 മാസത്തെ സമയം നീട്ടി കിട്ടിയിരിക്കുന്ന ഒരു അർത്ഥത്തിൽ ആശ്വാസമാണ്. എന്തൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഇതിനെ കാണുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കരിമണൽ കർത്തയെ പോലെ കേരളത്തിൻ്റെ പരിസ്ഥിതി നാശം വരുത്തുന്ന ഒരു കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ടാകുന്ന ഒരു കരാറ് ഒരു എൻ്റർപ്രന്യൂർ എന്നുള്ള നിലയ്ക്ക് നിഷ്കളങ്കമായി കാണാൻ എനിക്ക് ബോധ്യപ്പെടുന്നില്ല. അത് 2, ഈ പറയുന്ന കരിമണൽ കർത്തയുടെ തന്നെ ഭാര്യ വേറൊരു കമ്പനി ഉണ്ടാക്കി, എംപവർ ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് സഹായിച്ചിട്ടുണ്ട്, വായ്പ കൊടുത്തിട്ടുണ്ട്. ആ കമ്പനി ഇപ്പോൾ ഇല്ല, അത് ഡിസോൾവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ കമ്പനിയും ഇല്ല. അപ്പം അത് നിഷ്കളങ്കമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ KSIDCയുടെ നോമിനി ആയിട്ടുള്ള ഒരാൾ ഈ റിലേറ്റഡ് പാർട്ടി എഗ്രിമെൻ്റ് അറിഞ്ഞിട്ടില്ല എന്നതും നിഷ്കളങ്കമായി ഞാൻ കരുതുന്നില്ല. അപ്പം ഇതൊരു നിഷ്കളങ്കമായ ഇടപാടല്ല. പിന്നെ എനിക്കൊരു രാഷ്ട്രീയ ധാർമ്മികത കൂടിയുണ്ട്. അതായത് ഈ കരിമണൽ കർത്തയുമായിട്ടൊന്നും ഇത്തരത്തിലുള്ള
ഇടപാടുകളിലേക്കും കരാറുകളിലേക്കും പോയിക്കൂടാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് പക്ഷേ അങ്ങനെ അംഗീകരിക്കണമെന്നില്ല. അത്തരം ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റർപ്രന്യൂർ എന്നുള്ളതിലേക്ക് ആരുമായിട്ട് വേണമെങ്കിലും അവർക്ക് ഈ പറയുന്ന ഇടപാടുകളിലേക്ക് പോകാം. പക്ഷേ CPM-ൻ്റെ ഒരു നയം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അടക്കം ഒരു ശുദ്ധതയോടുകൂടി പ്രവർത്തിക്കണം പൊതുസമൂഹത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് പാർട്ടിയുടെ തന്നെ ഒരു നിലപാടിന് എതിരായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ പൊളിറ്റിക്കൽ കറപ്ഷനാണ് എന്നുള്ള ആംഗിൾ ഞാൻ സമ്മതിക്കുന്നു. ആ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആ വലിയൊരു നെറ്റ്വർക്കിനെ ഈ കരിമണൽ കർത്ത മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വളരെ സൈഡ് ലൈൻഡ് ആയിട്ടുണ്ട്. അതായത് അങ്ങോട്ടൊരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ടാകുന്നു അല്ലെങ്കിൽ 4 വിരൽ ഇങ്ങോട്ടാകുന്നു എന്നൊരു പ്രശ്നം പ്രതിപക്ഷത്തെയും അലട്ടുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ കറപ്ഷൻ കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതായാലും ഈ പറയുന്ന SFIOയുടെ അന്വേഷണം, ROCയുടെ അന്വേഷണം, ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ, ഇതൊക്കെ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, there is a strong കേസ് എന്നാണ് എൻ്റെ നിലപാട്. Meet the editors.